ഡാൻ കുര്യൻ ചേരുന്നു വിശദാംശങ്ങളുമായി. ഡാൻ, കൃത്യമായ നിലപാട് ഒരു ഘട്ടത്തിലും ഗവർണർ വിഷയത്തിൽ കോൺഗ്രസ് എടുക്കുന്നില്ല. അതിനപ്പുറത്തേക്ക് എടുത്ത കാര്യങ്ങൾ, പറഞ്ഞ കാര്യങ്ങളെല്ലാം തെറ്റിപ്പോകുന്നു, പാളിപ്പോകുന്നു. പാർട്ടിക്കുള്ളിൽ തന്നെ അതൃപ്തി ഉണ്ടാകുന്നു. എന്താണ് കോൺഗ്രസിൽ സംഭവിക്കുന്നത്? ധന്യ നേരത്തെ സൂചിപ്പിച്ച പോലെ KPCC അധ്യക്ഷൻ കെ സുധാകരൻ ഡൽഹിയിൽ വെച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതിനിടയിലാണ് ഈ സെനറ്റിലേക്കുള്ള അംഗങ്ങളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട സംഘപരിവാർ അനുഭാവമുള്ളവരെ നിയമിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്ന തരത്തിലുള്ള പരാമർശം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷേ അദ്ദേഹം അത്തരത്തിൽ ഒരു പ്രതികരണം നടത്തിയതിനു ശേഷം ഇടത് കേന്ദ്രങ്ങളിൽ നിന്നടക്കം അല്ലെങ്കിൽ ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നടക്കം വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുന്നതിനിടയിലാണ് പാർട്ടിക്കുള്ളിൽ നിന്നും സമാനമായ രീതിയിൽ KPCC അധ്യക്ഷന്റെ പ്രസ്താവനയ്ക്കെതിരായ വിമർശനങ്ങൾ ഉയർന്നു തുടങ്ങിയിരിക്കുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം വിശദീകരണവുമായി രംഗത്തെത്തിയിരുന്നു. അല്പസമയം മുമ്പ് പ്രതിപക്ഷ നേതാവ് VD സതീശനും തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് പ്രതികരിച്ചത്. അദ്ദേഹം തന്നെ ക്ലാരിഫൈ ചെയ്തിട്ടുണ്ടല്ലോ എന്താണ് സംഭവിച്ചത് എന്നാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് വിവാദമാക്കേണ്ട കാര്യങ്ങൾ ഒന്നും അതിൽ ഇല്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വെക്കുന്നു. ഗവർണർക്കെതിരായി ഏറ്റവും കൂടുതൽ പ്രതിഷേധം നടത്തിയത്, അദ്ദേഹത്തെ പേരെടുത്ത് വിമർശിച്ചത് താനാണ് എന്നും VD സതീശൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞത് ഗവർണർ ഏറ്റവും രൂക്ഷമായി വിമർശിച്ചിട്ടുള്ളത് തന്നെയാണ്, താൻ അതിന് കുറുക്കിക്കൊള്ളുന്ന മറുപടി കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പ്രസ്താവനകളാണ് പ്രതിപക്ഷ നേതാവ് നടത്തിയത്. ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, തുടർച്ചയായി KPCC അധ്യക്ഷൻ നടത്തുന്ന പ്രസ്താവനകൾ ഇങ്ങനെ വിവാദം സൃഷ്ടിക്കുന്നതും ആ വിവാദങ്ങൾക്ക് പിന്നാലെ അത് തിരുത്തിക്കൊണ്ട് വിശദീകരണവുമായി കെ സുധാകരൻ രംഗത്ത് വരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഇതിനെതിരെയാണ് പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു വിഭാഗം രഹസ്യമായി രംഗത്ത് വരുന്നത്. അവർ AICC നേതൃത്വത്തിന് KPCC അധ്യക്ഷന്റെ പ്രസ്താവന പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്നതാണ് എന്ന തരത്തിൽ പരാതി നൽകിയിട്ടുണ്ട് എന്ന സൂചനകളും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. പക്ഷേ പരസ്യമായ പ്രതികരണങ്ങളുമായി ആരും ഇതുവരെ രംഗത്തെത്തിയിട്ടില്ല. എന്തായാലും KPCC അധ്യക്ഷന്റെ ഭാഗത്തുനിന്നുണ്ടായ പ്രസ്താവന വലിയ തരത്തിൽ ഇടത് കേന്ദ്രങ്ങൾ ആയുധമാക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ധന്യ, ഈ സെനറ്റിലേക്ക് ഗവർണർ സംഘപരിവാർ പ്രവർത്തകരെ കുത്തിനിറയ്ക്കുന്നു എന്നുള്ള വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞത് സംഘപരിവാറിൽ നല്ല ആളുകളും ഉണ്ട് എന്നതാണ്. അത്തരത്തിലുള്ള നിലപാടുകൾ ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ ഏതു തരത്തിലുള്ള ബുദ്ധിമുട്ടായിരിക്കും കോൺഗ്രസിനകത്തുണ്ടാക്കുക? ഈ സമദാനിയൊക്കെ കൂടെ നിൽക്കുമ്പോഴാണ് അദ്ദേഹം ആ രീതിയിൽ സംസാരിച്ചത്. പക്ഷേ അവിടെ അവർക്ക് പോലും പ്രതികരണശേഷി ഉണ്ടായിരുന്നില്ല. അത് വരും ദിവസങ്ങളിൽ UDF-നുള്ളിൽ ഏതു തരത്തിൽ ചർച്ച ചെയ്യപ്പെടും? തന്നെ നമുക്കറിയാം, അദ്ദേഹം തനതായ ഒരു ശൈലിയിലാണ് ചോദ്യങ്ങളോട് പ്രതികരിക്കുന്നത്. ആ ഒരു കണ്ണൂർ ശൈലിയിൽ അദ്ദേഹം നടത്തിയ പ്രസ്താവന ഇതിനു മുമ്പും പല ഘട്ടങ്ങളിൽ അത് RSSന്റെ അക്രമങ്ങളുമായി ബന്ധപ്പെട്ട് കണ്ണൂരിൽ കോൺഗ്രസിന് പിന്തുണ നൽകിയത് RSS കൂടി പിന്തുണച്ചതുകൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകർക്ക് അവിടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞത് എന്ന തരത്തിലൊക്കെ അദ്ദേഹം നേരത്തെ നടത്തിയ പ്രസ്താവനകളും ഇത്തരത്തിൽ വലിയ തരത്തിൽ വിവാദങ്ങൾക്കും വലിയ തരത്തിൽ ചർച്ചകൾക്കും സ്വയം വിമർശനങ്ങൾക്കുമൊക്കെ വഴിവെച്ചിട്ടുണ്ട് കോൺഗ്രസിനുള്ളിൽ. സമാനമായ രീതിയിലാണ് അദ്ദേഹം ഇന്നലെയും ഡൽഹിയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ അദ്ദേഹം ആ ചോദ്യത്തോട് പ്രതികരിക്കുന്നതിനിടയിലാണ് മുഴുവൻ കോൺഗ്രസിലും അർഹരായ ഒരുപാട് പേരുണ്ട്, അവരെ മുഴുവൻ സെനറ്റിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ? സംഘപരിവാറിനും അങ്ങനെ തന്നെയുണ്ട്. അപ്പോൾ എങ്ങനെ അവരെ തള്ളിക്കളയാനാകും? ഇത്തരത്തിലായിരുന്നു കെ സുധാകരൻ നടത്തിയ പ്രസ്താവന. അതിൽ നിന്ന് കെ സുധാകരനെ അനുകൂലിക്കുന്ന വിഭാഗം പറയുന്നത്, അദ്ദേഹം പറഞ്ഞ പ്രസ്താവനയിലെ ഒരു വാചകം മാത്രം അടർത്തിയെടുത്ത് അദ്ദേഹം ഗവർണർക്ക് അനുകൂലമായ നിലപാടെടുത്തു എന്ന് പ്രചരിപ്പിക്കുന്നത് കെ സുധാകരനെതിരായ രാഷ്ട്രീയ ആയുധം തീർക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള നടപടിയാണ്. അദ്ദേഹത്തിന്റെ ശൈലിയിൽ മറുപടി നൽകുക മാത്രമാണ് ചെയ്തത്. ഇത് ഇത്തരത്തിലൊരു വിവാദങ്ങൾക്ക് വഴിവെച്ച പശ്ചാത്തലത്തിൽ അദ്ദേഹം തന്നെ വിശദീകരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. വീണ്ടും വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് കെ സുധാകരനെതിരായ ഒളിയമ്പാണ് എന്ന തരത്തിലുള്ള വിമർശനമാണ് കെ സുധാകരനെ അനുകൂലിക്കുന്ന വിഭാഗം.